നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ ഒരു 1.5 മാസം മുമ്പ് ഒരു ജ്യോത്സ്യനെ കുറിച്ച്, രവിയേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന, എന്നാൽ ജ്യോതിഷ സംബന്ധമായിട്ട് അഗ്രഗണ്യനായിട്ടുള്ള ഏകദേശം 60-65 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള അത്ര കണ്ട് കഴിവുറ്റ ഒരാൾ. അപ്പോൾ എൻ്റെ നേരിട്ടുള്ള ബോധ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിക്കായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മൾക്ക് വിളിച്ചിട്ടും മെസ്സേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നു, രവിയേട്ടൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താണിത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമുക്ക് രവിയേട്ടൻ്റെ ആ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അതിലൊരു മൊബൈൽ നമ്പർ കൊടുത്തിരുന്നു. അതിൽ വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ കിട്ടും. എങ്ങനെയാണ് രവിയേട്ടനുമായിട്ട് ബന്ധപ്പെടാനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ടും അതിലൂടെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ നമ്പർ കാണുന്ന ആ മാത്രയിൽ തന്നെ വിളിയോട് വിളിയാണ്, വിളിച്ചാൽ കിട്ടില്ല. വാട്സപ്പിൽ ഓഡിയോ മെസ്സേജ് അതല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് രവിയേട്ടൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ ഫോൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് വിളിച്ച് മറുപടി കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല, മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, രവിയേട്ടൻ്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ ഒരു ദിവസം 2 പേർക്ക് മാത്രമാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം ഏറ്റവും ആഴത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് പഠിച്ചതിന് ശേഷം അതിന് പരിഹാര ക്രിയകളും മറ്റുള്ള എല്ലാതും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-ലധികം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ആയിരക്കണക്കിന് ആളുകളുടെ എൻക്വയറിയാണ് ഇതിനകം തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും പറയുന്നു, രവിയേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പരാതി ഒരുപാട് കേൾക്കുന്നു, മെസ്സേജുകളും കമന്റുകളും ഒക്കെ കാണുന്നു. അതിന് അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടില്ല. വീണ്ടും പറയുന്നു, വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക. മെസ്സേജ് ചെയ്ത ഉടനെ തന്നെ റിപ്ലൈ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് റിപ്ലൈ എന്തായാലും കിട്ടും. കാരണം അറിയാമല്ലോ, ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് അപ്പോയിന്റ്മെന്റിന് വേണ്ടി ബന്ധപ്പെടുക. അതിൽ നമ്മൾക്ക് ആകെ ഒരു ദിവസം രണ്ടേ രണ്ട് ആളുകൾക്ക് മാത്രമേ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ എത്രത്തോളം ആയിരിക്കും ആളുകളുടെ ആ ഒരു തിരക്ക് എന്നറിയാമല്ലോ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അപ്പോയിന്റ്മെന്റിന് ചില നിബന്ധനകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടും അതിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഇനി ഫോൺ ചെയ്ത് കിട്ടിയില്ല എന്ന് പറയരുത്, വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക. രവിയേട്ടനെ പോലെയുള്ള കഴിവുള്ള, ഇത്രയും അഗ്രഗണ്യനായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് ഇത്രയും കഴിവുറ്റ ഒരാൾ മാക്സിമം ആളുകളിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഇട്ടത്. പിന്നെ എനിക്ക് പൂർണ്ണ ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ. അത് തീവ്രമായിട്ടുള്ള വാർത്തകളാണെങ്കിലും വിവരങ്ങളാണെങ്കിലും ഇത്തരത്തിൽ ആത്മീയ തലങ്കത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് രവിയേട്ടനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഈ വീഡിയോയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇനി ആ നമ്പർ കണ്ട മാത്രയിൽ വേഗം മൊബൈൽ എടുത്തുകൊണ്ട് ഫോൺ ചെയ്യാൻ നിൽക്കരുത്. വാട്സപ്പിലൂടെ മാത്രം മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് രവിയേട്ടൻ്റെ അപ്പോയിന്റ്മെന്റ് കിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് അറിയാൽ, അവർക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് ഇത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് രൂപത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് ആളുകൾക്ക് വേണ്ടവർ മാത്രം, വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് രവിയേട്ടൻ്റെ അപ്പോയിന്റ്മെന്റ് വേണ്ടവർ ഇത്തരത്തിൽ ഈ ഒരു മെസ്സേജ് സിസ്റ്റത്തിലൂടെ മാത്രം ബന്ധപ്പെടുക. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് മാത്രം പറയാനാണ് ഈ വീഡിയോ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. മനസ്സിലായോ? ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചുമന്ന തിരിയ പട്ട് വാങ്ങി കഴുകി ഉണക്കണം. എന്നിട്ട് ഇത് കത്തിച്ച്, ഇത് രണ്ടും കത്തിച്ചിട്ട് ദേവി മാഹിത്വത്തിലെ 11-ാം അധ്യായം വായിക്കുക. പത്നിയും മനോരമാ മനോവൃത്താനുസാരിണിയും തരുണീം ദുർഗ സംസാര സാഗരസ്യ തുലോത്സവ എന്നൊരു ശ്ലോകം ഉണ്ട്. എനിക്ക് മനസ്സിന് ഹിതകരമായ ഒരു ഭാര്യയെ കിട്ടണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ദുർഗാദേവിയുടെ ഭക്തന്മാരായ സന്താനങ്ങളും ആ സന്താനങ്ങൾക്ക് ആയിരക്കണക്കിന് പരമ്പരകളും ഉണ്ടാവാൻ വേണ്ടി. അത് പുലർക്കാലം 5:30-ന്റെയും 6-ന്റെയും ഉള്ളിൽ, 3:30 മുതൽക്ക് സമയം കുറഞ്ഞു, 5:30-ന്റെ ഉള്ളിൽ കുളിച്ച് ഒരു പുൽപ്പായ വിരിച്ച് അതിലൊരു വെള്ളശീല വിരിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം വരുന്ന രീതിയിൽ ഇങ്ങനൊരു നിലവാക്ക് വെച്ചിട്ട് വേണം ജയിക്കാൻ.
മാന്യ പ്രേക്ഷകരെ, നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള രവിയേട്ടൻ്റെ അടുത്താണ് ഇന്ന്. കുറച്ച് സമയം കിട്ടിയ സമയത്ത് രവിയേട്ടന് ഒരു 10 മിനിറ്റ് ഫ്രീ ആയ സമയത്ത് രവിയേട്ടനുമായിട്ട് നേരിട്ട് കുറച്ച് അനുഭവങ്ങൾ പങ്കിടാൻ വേണ്ടി വന്നതാണ്. എന്തായാലും രവിയേട്ടനോട് നിങ്ങളുടെ കുറേ സംശയങ്ങൾ, എല്ലാവരുടെയും കുറേ സംശയങ്ങൾ അത് ഞാൻ ചോദിക്കുകയാണ്. 2-3 ചോദ്യങ്ങളിലൂടെ രവിയേട്ടനിൽ നിന്ന് നമുക്ക് തൽക്കാലം ആ ഉത്തരങ്ങൾ കരസ്ഥമാക്കാം. എന്നിട്ട് മാന്യ പ്രേക്ഷകരിലേക്ക് അത് ഇടുകയാണ്. കേൾക്കാം നമുക്ക് രവിയേട്ടൻ്റെ വാക്കുകൾ. നമസ്കാരം. ഓം നമഃ ശിവായ. ഗുരുവിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോ രവിയേട്ടന്റെ ആ ഒരു ഫീൽ എന്താണ്? സത്യത്തിൽ ഇത്ര ഒരുപാട് ആളുകളിലേക്ക് എത്തി എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഫീൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളായി മാറി. പക്ഷെ ഇത്രയധികം ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ വഹിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതി എനിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസം 4 ആള് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കഴിയില്ല. 2 പേര് 3 പേരൊക്കെ കാരണം എനിക്കൊരു തൃപ്തി കിട്ടും. അത് നോക്കുന്ന ആൾക്കാർക്ക് സന്തോഷമായി എന്ന് കേൾക്കുമ്പോ ഇവിടെ ഇപ്പോ അത്ര അധികം ഇല്ലെങ്കിൽ ഒരു 10-100 ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ എല്ലാവരും സംതൃപ്തരായി എന്നാണ് എന്നോട് വിളിച്ചു പറയുന്നത്. ഈ ഒരു മേഖലയിലേക്ക് രവിയേട്ട ശരിക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ എന്റെ ഒരു അറിവില് 50 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പൊ ഈ 10 ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ 50 അല്ലായിരിക്കും. ഞാൻ കാരണം ഇത് 4ാം ക്ലാസ് പഠിക്കുന്ന സമയം ഒരു സംസ്കൃതം പഠിക്കരുത്. ഞാൻ അച്ചമ്മേന്റെ ഒപ്പം കൃഷി സ്ഥലത്താണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം ജീവിച്ചിരുന്നത്. വായന എനിക്കൊരു വല്ലാത്ത വീക്ക്നെസ് ആയിരുന്നു. അപ്പൊ ഞാൻ വായിച്ചാൽ തീരാത്ത പുസ്തകം, മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോ പെട്ടെന്ന് അതിന്റെ കഥയും മനസ്സിലാവും, അതിന്റെ പരിണാമ ഗുപ്തി മനസ്സിലാവും. അപ്പൊ വായിച്ചാൽ തീരാത്ത പുസ്തകം ഏതാണ്ട് അന്വേഷിച്ച് വെക്കുമ്പോ ജ്യോതിഷാണ്. എത്ര വായിച്ചാലും തീരില്ല. പിന്നെയും വായിച്ചാലും പുതിയ പുതിയ അതിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ജ്യോതിഷത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ അതൊരു ജ്യോതിഷം വായിച്ചു. പിന്നെ ഒരു ജ്യോതിഷത്തിന്റെ പണിയല്ല എനിക്ക് കിട്ടിയത്, വേറെ കുറച്ച് നല്ല പൊസിഷനിൽ കുറച്ച് വലിയൊരു സാമ്പത്തിക സ്ഥിതിയുള്ള വീടായതുകൊണ്ട് ഇതിപ്പോ ഒരു വലിയ, പക്ഷെ എനിക്കിത് അറിവ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. ഞാൻ കുറച്ച് കേരള ഹാൻഡ്ലൂമിലൊക്കെ കുറച്ച് കാര്യമായ രീതിയിൽ 10-12 കൊല്ലം ജോലി ചെയ്ത് വാറണ്ടി ആയിട്ട് പോകുന്നു. പിന്നെ യാദൃശ്ചികമായിട്ട് നിങ്ങളമാതിരി ചില സുഹൃത്തുക്കൾ വിവാഹം നടക്കണില്ല കുടുംബത്തിൽ. അപ്പൊ എനിക്കറിയുന്ന വിദ്യാർത്ഥിയോട് ഒന്ന് കൊണ്ടാറിയും ജാതകം നോക്കി പരിശോധിച്ചു. അവരൊക്കെ തൃപ്തികരമായ രീതിയിൽ പോയി. അങ്ങനെ അതിപ്പോ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കൽ തുടങ്ങിയിട്ട് 46 വർഷമായി. 4ാം ക്ലാസ് മുതൽക്ക് ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ വർഷം കൃത്യമായിട്ട് ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല. നല്ല അത്രയും ആയിട്ടുണ്ടാവും. 60 വർഷത്തില് അധികം വരും അങ്ങനെ കൂട്ടുകയാണെങ്കിൽ. കാരണം 72 വയസ്സ് കഴിഞ്ഞല്ലോ. ഇപ്പോ അങ്ങേ പലരും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഗുരുവെ എന്ന് ആ ഒരു അഭിസംബോധന ചെയ്ത മെസ്സേജ് അയക്കുക. ഇപ്പോഴും ഈ ജ്യോതിഷത്തില് ഗുരുവാണോ അതോ ശിഷ്യനാണോ? ഞാൻ ഇപ്പോഴും പഠിക്കുക. അല്ല, വാസ്തവം പറഞ്ഞാൽ എനിക്ക് ജ്യോതിഷം അറിയുന്നുള്ളത് നിങ്ങളും ഇതേവരെ വന്ന് നോക്കുന്ന ആൾക്കാർ പറയുമ്പോഴാ എനിക്ക് ജ്യോതിഷം അറിയോ. ഞാൻ ഇതെപ്പോഴും പഠിക്കാണല്ലോ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണോ ശരിയാവുന്നു. ഇപ്പൊ നിങ്ങളുടെ ഒരു പറഞ്ഞ ഏതൊരു സ്ത്രീ, പേര് പറയാൻ പാടില്ല, അവർക്ക് തൃപ്തിയായില്ല അവരുടെ നാട്ടിൽ ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് ഇതൊന്നും കൂടിയും ചെയ്യണം. അപ്പൊ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് തരുമോ, ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം, അതിനെന്താ വേണ്ടിച്ചാ കാശ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കാശ് പ്രാമാണ്യമല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു നിബന്ധന വെച്ചാലേ ആൾക്കാരെ എണ്ണം കുറയുള്ളൂ. പക്ഷെ ഇപ്പൊ എൻക്വയറി കൂടിയായിരിക്കും. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഇപ്പോഴും ചെയ്യാറുണ്ട്. ഒരു ചാരിറ്റിയും കൂടിയാണ്. ചിലർ അത്രയും മാത്രം ബുദ്ധിമുട്ടി വരുന്ന ആൾക്കാർക്ക് ഞാൻ പോവാൻ വണ്ടിക്കൂലി കൊടുക്കാറുണ്ട്, ചാപ്പാട് വാങ്ങി കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിലൊരു ആശ്വാസം തേടാൻ വേണ്ടി വരുന്ന അവരുടെ മനസമാധാനം കാണുമ്പോൾ എപ്പം നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരക്ക് ഇപ്പോഴാണ് കിട്ടി. അവരുടെ ആ മനസമാധാനം, അവരുടെ മുഖത്ത് വരുന്ന ആ പ്രസന്നത കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ഞാന് രവിയേട്ടന്റെ അടുത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നു പോകുന്ന എല്ലാവരെയും ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇത്രേ ഉള്ളൂ: ഹാപ്പിയാണോ അല്ലെങ്കിൽ സന്തുഷ്ടനാണോ, സന്തോഷവാനാണോ എന്നുള്ളത്. അതില് ഒരാള് പോലും നോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ രവിയേട്ടനെ കുറിച്ച് പലരും നേരിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ രൂപത്തിൽ ചെയ്തിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കണേന്ന് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സത്യത്തില് ഇപ്പൊ രവിയേട്ടന് സമയം ഇല്ലാഞ്ഞിട്ട് പോലും ഈ ഒരു 10 മിനിറ്റ് എങ്കിലും പ്രേക്ഷകരിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി വിളിക്കാനുണ്ട്. അതെ അതെ. ഒരുപാട് വിദേശ കോളുകൾ. ഇപ്പൊ ഈ ഫോണിലൂടെ വിളിക്കുന്ന ആളുകൾക്കും അതുപോലെ നേരിട്ട് വരുന്ന ആളുകൾക്കും തമ്മില് അങ്ങ് കൊടുക്കുന്ന ഉപദേശത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അവരാദ്യം അവർ ജനിച്ച സമയവും സ്ഥലവും തീയതി തന്നു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു തലക്കുറിയുമായി വരച്ചുണ്ടാക്കും. അവരുടെ അടുത്ത് ജാതകം ഉണ്ടോന്നല്ല, അവർ ജാതകം കൊണ്ടുവന്നായിരിക്കും. എനിക്ക് ആ ടൈം അതിനെടുത്തിട്ട് ഞാനൊന്ന് എന്റേതായിട്ട് ഉണ്ടാക്കും. എത്രയോ ജാതകങ്ങൾ ഇതാ വരുന്നു, ആൺകുട്ടീന്റെ പെൺകുട്ടിയായിട്ടും പെൺകുട്ടീന്റെ ആൺകുട്ടിയായിട്ടും മാറി വരുന്നു. സമയം
മാറും. സമയം മാറുന്നു. ഒന്നിച്ച് ജാതകം എഴുതാൻ കൊടുക്കും. ഏട്ടൻ്റെ എഴുതേണ്ടത് അനിയത്തിൻ്റെ എഴുതിയിട്ടുണ്ടാവും. ആണിന്റെ ജാതകത്തിൽ പെണ്ണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ കുറെ തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് നോക്കൂ, എഴുതി തന്നെ വരില്ല. നല്ല വ്യത്യാസം. അത് റിസൾട്ടിൽ അത് വലിയ മാറ്റം വരുന്നു. തെറ്റായി എനിക്ക് നിന്റെ സംതൃപ്തിയാണ് ഇതിൽ ഏറ്റവും വലിയ. ഇൻപുട്ട് കറക്റ്റ് കൊടുത്താൽ ഔട്ട്പുട്ടും കറക്റ്റ് ആയിരിക്കും. എത്ര ഇന്നിപ്പോ ആരോ വന്നിട്ട് ഇവിടെ പൊഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അവര് കുറച്ച് ദൂരത്തുനിന്നുള്ള പാർട്ടിയാണ്. അവരെ കുട്ടീന്റെ ജാതകം എഴുതിയത് ശരിയല്ല അവർക്ക് തോന്നി. നോക്കുമ്പോ അത് നേരത്തെ പറശ്യന്മാര് തെറ്റുണ്ട്. ഒന്നിച്ചു കൊടുക്കുമ്പോഴേ അങ്ങനെ എന്തോ ഒരു കയ്യാബദ്ധം ആർക്കും പറ്റും. അപ്പൊ അതൊന്ന് തിരുത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സംശയമൊക്കെ ഉണ്ട്. രണ്ടാമത് ചെയ്യാതെ തെറ്റുണ്ടെങ്കിൽ എഴുതണ്ടേ. നപുംസകൻ ജനിക്കുന്ന സമയമുണ്ടേ. ആണും പെണ്ണും ജനിക്കുന്ന സമയം പോലെ നപുംസക ലിംഗുണ്ട്. അങ്ങനെ ജനിക്കുന്ന ആൾക്കാർക്ക് ജാതകം ഉണ്ടാക്കണ്ടേ. ട്രാൻസ്ജെൻഡർ അങ്ങനെയും പറയുന്നത് കുഴപ്പമില്ല. എല്ലാരും നാട്ടുകാരൊക്കെ വന്ന് സന്തോഷം പറഞ്ഞ് രേഖപ്പെടുത്തി പോകുമ്പോ ഒരു സുഖം അത് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ രവിയേട്ട ഇപ്പോൾ പലരും ഇപ്പൊ രവിയേട്ടനെ കാണാൻ വന്നതിൽ തന്നെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് ഇപ്പൊ കണ്ടുപോയിട്ടുള്ള ആളുകൾ തന്നെ മുസ്ലിം മതസ്ഥരുണ്ട്, ഹിന്ദു മതസ്ഥരുണ്ട്, ക്രിസ്ത്യൻ മതസ്ഥരുണ്ട്. ഇതിന് ഒരു ജാതി ഭേദമന്യേ അതോ ജാതി ബേസ്ഡ് ആണോ ഈ ഒരു സംഭവം? ഇത് പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അയോധ്യയിൽ അച്യുതൻ പൂജാതനായി. അച്യുതൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. അത് ശ്രീരാമചന്ദ്രനാണ്. 10,000 കൊല്ലം മുമ്പ് ജാതനായി എന്നാ പറയും. ക്രിസ്ത്യൻ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞാൽ 2000-1500 കൊല്ലമൊക്കെ പഴക്കമുള്ള. അപ്പൊ അതിനു മുമ്പുള്ള ശാസ്ത്രമാണ്. അതിനു മുമ്പുള്ള ആൾക്കാരും എഴുതിയായിരുന്നു ജ്യോതിശാസ്ത്രം. അപ്പൊ ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ആർക്കും വരാന്നുള്ളതാണ്. അതിൽ വിശ്വാസമുള്ളവൻ വന്നാൽ മതി. എന്നെ പരീക്ഷിക്കാൻ വരാനൊന്നും വരില്ല. കാരണം ഒന്നാമത് എനിക്ക് സമയമില്ല അവരോട് വാഗ്വാദം ചെയ്ത് വിജയിക്കാൻ. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒന്ന് പരീക്ഷിച്ച് കളയാം. മരിച്ച അച്ഛന്റെ ഫോട്ടോ കൊണ്ടുപോയി കൊടുത്ത് ജാതകം കൊടുത്തിട്ട് ജാതകം നോക്കി എന്ന് പറഞ്ഞിങ്ങനെ വിദ്വാന്മാരുണ്ട്. പിന്നെ നാസ്തികന്മാര് ദർശനത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ സ്വന്തം കാര്യം മാത്രം വരുമ്പോ ആരും അറിയരുത് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതിലിങ്ങനെ ഒളിയും അറിയും സ്വീകരിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അല്ല, അവർക്ക് നാട്ടുകാരറിയരുത്. അവരെ കഞ്ഞൂടി മാർഗം ഈ പുസ്തകം ദൈവമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന പുസ്തകം, അതിന്റെ റോയൽറ്റി, പിന്നെ പുറത്ത് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ കിട്ടുന്ന ഉപഹാരങ്ങളും ഇതൊക്കെയാണ്. അതിന് നമ്മളെന്തിനാ മുടക്കുന്നത്? ചാർവാക സിദ്ധാന്തം. ചാർവാകനൊരു മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനെയാണ് ചാർവാക സിദ്ധാന്തം എന്ന് പറയുന്നത്. അവര് നാസ്തികന്മാരെ, ഈശ്വര വിശ്വാസികളല്ല, അസുരന്മാരില്ലേ. അസുരന്മാരെ പോലെ തന്നെ ചാർവാകന്റെ അനുയായികൾ അസുരന്മാരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റുള്ളവരെന്ത് വേണമെങ്കിൽ കണക്കാക്കുന്നത്. മനുഷ്യന് വരാം, അത് ജാതി മതം ലിംഗമൊന്നുമില്ല. പക്ഷെ പൊല അങ്ങനെ അടിയന്തരം ഇങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് കഴിയെങ്കിൽ വരാതിരിക്കുക. ഞാൻ തുടർന്ന് ആചരിക്കുന്ന ആളാകൊണ്ട് പറയാത്തോ, മറ്റൊന്നുമല്ല. മനുഷ്യനായി പിറന്ന ആർക്കും വരാം. വിശ്വാസികൾക്ക് അവർക്ക് ഗുണം കിട്ടും. അല്ലെങ്കിലും മറ്റുള്ള ഒരാളുടെ സമയം നഷ്ടപ്പെടാണ്. അവരുടെ നല്ലൊരു സമയം പോവുകയാണ്. പിന്നെ എനിക്ക് ഇത്രയും ആൾക്കാർ ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റില് 2000-ന്റെ അടുത്ത ആൾക്കാർ ബുക്കിംഗ് ഉണ്ട്. ഇവരുടെ എല്ലാവരും കൂടി എന്റെ ആയുഷ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങളോട് ചോദിക്കുമ്പോ എമർജൻസി മനസ്സിലാക്കിയിട്ട് ഒരു 4 കേസിലെ മേലെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരാളെ കേസാണ്. ഒരു കേസ് എന്ന് പറഞ്ഞാൽ സകല ഐറ്റം എടുത്ത് കൊണ്ടുവരാം. ചിലര് അയലോക്കാർക്ക് കൂടിയും കൊണ്ടുവരും. 4 നോക്കുന്നാണല്ലോ പറഞ്ഞത്. നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, നോക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ വേറൊരാൾ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് എത്താൻ പറ്റില്ല. ഓടിച്ച് അതിനെന്തിനാ എന്നെ കാണാൻ പറ്റില്ല. എത്ര ജ്യോത്സ്യന്മാരുണ്ട്. കഴിവില്ല എന്ന് നമ്മളെങ്ങനെയാ പറയുക? പഠിക്കാതെ തന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കണ്ടാ പോരെ. ഒരു ജാതകം എന്ന് പറഞ്ഞാൽ അത് ഡീപ്പായിട്ട്, എനിക്ക് ഈ അഷ്ടവർഗത്തിൽ 337 രശ്മിയുണ്ട്. ഓരോ ഗ്രഹങ്ങളും കൊടുക്കുന്നത് അത് മനസ്സിലാക്കണം. എന്നിട്ട് പറയണം, ചന്ദ്രൻ ഭൂമിക്ക് അടുത്ത് വരുമ്പോ 70% വെള്ളവും മറുഭാഗത്തേക്ക് പോകുന്നു. വേലിയേറ്റവും ചന്ദ്രൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും. വേലിയേറ്റവും വലിയ അത് ഒരു ഗ്രഹം ഭൂമിയെ സ്വാധീനിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. പിന്നെ അത് നമ്മൾ 9 ഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സ്വാധീന ശക്തി എങ്ങനെ? ചിലർക്ക് എഡ്യൂക്കേഷൻ, എവിടെ പോയി പഠിക്കണം. ചിലർക്ക് കല്യാണം ഒന്നും നടക്കും. കല്യാണം നടക്കാത്ത മുസ്ലിം സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട്, 37 വയസ്സായി. അവര് നമ്മൾ പറയുന്ന രീതിയിൽ ഹൈന്ദവാചാരാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവര് സ്വകാര്യമായിട്ട് ഭക്തിപൂർവ്വം
ചെയ്തു. അമ്മ വിവാഹം കഴിച്ചു പോയി. അതും പറഞ്ഞിരുന്നു തന്നെക്കാളും പ്രായം കുറഞ്ഞ ചെറുക്കനാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ തന്നെയാണ് നടന്നത്. അവരിപ്പോ കുവൈത്തിലോ ദുബായിലോ ഭർത്താവിന്റെ ഒപ്പം ജീവിക്കും. അവർ സംതൃപ്തരാണ്. അത് കേൾക്കുമ്പോൾ 37 വയസ്സിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാനുള്ള യോഗം ഉണ്ടാക്കി കൊടുക്കുക. കല്യാണം നടത്തി കൊടുക്കുന്ന കന്യാദാനല്ലേ. അങ്ങനത്തെ ചില അഡീഷണൽ ദൈവം തന്നെ ലക്ഷ്യത്തിലേക്ക് ഒരു ദിശ കാണിച്ചു കൊടുക്കുക അല്ലെ. ദിശയില്ലാതെ ഉഴറുന്ന ആളുകൾക്ക് ദിശ റൂട്ട് തെളിയിച്ചു കൊടുക്കുക. ഒരു ഡ്രൈവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഡ്രൈവിംഗ് അവരവര് ചെയ്യണം. അങ്ങനെയല്ലേ. ആ രീതിയിൽ എല്ലാവരും തൃപ്തരാണ് എന്റെ അറിവിന്റെ. എന്തായാലും ഇത്രയും വിലയേറിയ സമയം രവിയേട്ടന്റെ തിരക്കിലാണെങ്കിലും ചെറിയൊരു സമയത്താണെങ്കിലും ഇനിയിപ്പോ കോള് വരാൻ അതുകൊണ്ട് മാന്യ പ്രേക്ഷകരോട് വിവരങ്ങൾ പങ്കിട്ടതിൽ ഒരുപാട് നന്ദി. സന്തോഷം. ഹരി ഓം ശാന്തി.